ഇവിടെ രണ്ട് മാർഗങ്ങളാണ് ഭഗവാൻ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതിലൊന്നാമത്തെ മാർഗം അഭ്യുദയത്തിൻ്റെതാണ്. അഭ്യുദയം എന്ന് പറഞ്ഞാൽ ബൗദ്ധികമായ സമൃദ്ധി. അത് ഭോഗജീവിതത്തിനുള്ള അനുവാദം നൽകി. ഭോഗജീവിത താല്പര്യമുണ്ടെങ്കിൽ അടിച്ചമർത്തി വെക്കേണ്ട കാര്യമില്ല. ഭോഗജീവിതം നിർവഹിക്കുന്നത് ധാർമ്മികമായിരിക്കണം. ധാർമ്മികമായിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ സ്ഥിതിക്ക് അനുയോജ്യമായിരിക്കണം. കഴിവുകൾ പ്രകടിപ്പിച്ച് അതിനനുസരിച്ചുള്ള വിഭവങ്ങളുടെ ഉത്പാദനത്തിന് ഉത്സാഹിച്ചോളണം. ഇങ്ങനെ ധാർമ്മികമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വാസന സമ്മർദ്ദങ്ങളൊക്കെ കുറയുന്നത് പ്രമാണിച്ച് ജന്മജന്മാന്തര സുഹൃതം കൊണ്ട് ചിലപ്പോൾ അനാസക്തിയും വൈരാഗ്യവും ഒക്കെ വന്നു ചേരും. അവരാഗ്രഹിക്കുക, അവരാലോചിക്കുക, ഈ നിഷ്ഫലമായ പ്രയാണത്തിൽ നിന്നുള്ള മോക്ഷത്തെ. അങ്ങനെ മോക്ഷകാംക്ഷികളായിട്ടുള്ള സാധകരോട് നിശ്രേയസത്തിന് വേണ്ടി ഉത്സാഹിച്ചോളാൻ വേദം അനുവാദം നൽകുന്നു. ഭഗവാൻ ഇവിടെ ആഹ്വാനം ചെയ്തിരിക്കുന്നു. നിശ്രേയസത്തിന് വേണ്ടി ഉത്സാഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അന്തഃകരണ ശുദ്ധിയാകുന്നു അടിസ്ഥാന യോഗ്യത. ആ അന്ധകരണ ശുദ്ധി നേടിയെടുക്കാനായിട്ട് കർമ്മക്ഷേത്രം വിട്ട് ഓടിപ്പോവേണ്ട കാര്യമില്ല എന്ന് ഭഗവാൻ അറിയിക്കുന്നു. അങ്ങനെ ഓടിപ്പോകുന്നത് കൊണ്ട് നൈഷ്കർമ്മ്യ സിദ്ധി ഉണ്ടാവില്ല എന്ന് ഭഗവാൻ ചൂണ്ടിക്കാണിച്ചു. കർമ്മം ചെയ്യാതിരിക്കാം എന്ന് കരുതുന്നവര്, വാശി പിടിക്കുന്നവര് വാസ്തവത്തിൽ വലിയ ഒരു അന്തസംഘർഷത്തിലേക്ക് അവരെ വലിച്ചഴയ്ക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കാരണം ജന്മജന്മാന്തരങ്ങളിൽ സമാഹിതമായിട്ടുള്ള സമാർജിച്ചിട്ടുള്ള വാസനകൾ നമുക്ക് സ്വസ്ഥത നൽകില്ല. അതുകൊണ്ട് വലിയൊരു പോരാട്ടത്തിൽ അവരേർപ്പെടുന്നു. അങ്ങനെ സ്വന്തം പ്രവണതകളെ അടിച്ചമർത്തിയും അവഗണിച്ചു നൈഷ്കർമ്മ്യം എന്നൊക്കെ പറഞ്ഞ് ഒന്നും ചെയ്യാതിരിക്കലിന്റെ പാത പിന്തുടരുന്നവരെ മിഥ്യാചാരി എന്ന് ഭഗവാൻ ആക്ഷേപിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു മിഥ്യാചാരത്വ ദോഷം വരാതിരിക്കാൻ വേണ്ടി നിയതം കുരു കർമ്മത്വം, സ്വധർമ്മത്തെ അനുഷ്ഠിച്ചാലും അത് ബന്ധന കാരണമാവില്ലേ എന്ന ചോദ്യത്തിന് യജ്ഞാർത്ഥം ചെയ്താൽ മതി എന്ന് ഉത്തരം. ചെയ്തു വരുന്ന കർമ്മത്തെ യജ്ഞമാക്കുന്നതിന് അടിസ്ഥാനപരമായ സാമാന്യമായ അറിവ്, കൃതജ്ഞത, സ്നേഹം, സേവന സന്നദ്ധത, സഹകരണാത്മകത, വിഭവ സമാഹരണം, സമർപ്പണം, പ്രസാദ സ്വീകരണം, പ്രസാദ വിതരണം, ഉച്ഛിഷ്ട ഭോഗം. ഇത്
ഭൗതിക സമൃദ്ധിക്ക് വേണ്ടി ഉത്സാഹിക്കുന്നവർക്കും അനുസരിക്കാവുന്നതാണ്. അപ്പൊ അവരുടെ കർമ്മത്തിന് കൂടുതൽ ഊർജ്ജസ്വലത ഉണ്ടാവും. അതുപോലെ തന്നെ സഫലതയുണ്ടാവും. സാധകർക്ക് വേണ്ടിയുള്ള ഉപദേശമാണെങ്കിലും കർമ്മഫലകാംക്ഷികൾക്കും ഈ സമ്പ്രദായത്തെ അനുസരിക്കാം. സാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് കർമ്മഫലം അല്ല, ആത്മനിഷ്ഠമായ ആനന്ദത്തെ നുകരുന്നതിന് അറിവ് നേടണം. ആ അറിവ് നേടാൻ അന്തഃകരണത്തെ യോഗ്യമാക്കേണ്ടതുണ്ട്, പക്വമാക്കേണ്ടതുണ്ട്, ശുദ്ധമാക്കേണ്ടതുണ്ട്. എന്താണ് അന്തഃകരണത്തിലെ അശുദ്ധി? രാഗദ്വേഷങ്ങളാണ് അശുദ്ധി. ആ അശുദ്ധി അതിക്രമിക്കും. അതിനുവേണ്ടി യജ്ഞമായിട്ട് ചെയ്യൂ. യജ്ഞം ചെയ്യുന്ന സാധകന്റെ സവിശേഷത എന്താണ്? യജ്ഞം ചെയ്യുന്ന സാധകൻ ഫലം വന്നു ചേരുന്ന സമയത്ത് അതിനോട് ഇഷ്ടാനിഷ്ട രൂപത്തിൽ പ്രതികരിക്കുന്നില്ല. പകരം അതിനെ പ്രസാദമായി സസന്തോഷം സ്വീകരിക്കുന്നു. ആ അഭ്യാസമാണ് സാധകന് ശാസ്ത്ര തത്വ ശ്രവണത്തിനുള്ള സമാധാനം, സ്വസ്ഥത പ്രദാനം ചെയ്യാം. യജ്ഞജീവിതം ഇങ്ങനെ നയിച്ചു പോയാൽ പ്രസാദഭോഗം ആയിട്ട് ജീവിതം പരിണമിച്ചാൽ സ്വസ്ഥതയുണ്ടാവും. ആ സ്വസ്ഥതയെ ഓഫ് കോഴ്സ് ശാസ്ത്രശ്രവണത്തിന് വേണ്ടി വിനിയോഗിച്ചോളണം. ഇതിങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകാവുന്ന കാര്യമാണ്. ഒരു വശത്ത് സമാജത്തിന്റെ ആവശ്യമാകുന്ന അഗ്നിയിലേക്ക് കഴിവുകളെ സാദരം സമർപ്പിക്കുന്ന യജ്ഞപ്രക്രിയ, മറുവശത്ത് അന്ധകരണ ശുദ്ധി വരുന്ന മുറയ്ക്ക് ശാസ്ത്രശ്രവണത്തിനുള്ള സത്സംഗങ്ങളിൽ ഏർപ്പെടൽ. ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. പൊതുവെ സമാജത്തിന് യജ്ഞബുദ്ധിയോടുകൂടി ആളുകൾ പരിശ്രമിക്കാനുണ്ടാവുമ്പോൾ ഗുണമുണ്ടാവും. അതിനെ വൃദ്ധി എന്ന് പറയും. എല്ലാ പ്രകാരത്തിലുമുള്ള സമൃദ്ധി. അന്ധകരണത്തിന് ലഭിക്കുന്ന ഗുണത്തെ ശുദ്ധി എന്ന് പറയാം. അതുകൊണ്ട് ശാസ്ത്രശ്രവണം നടത്തിയാൽ ഉണ്ടാകുന്ന പ്രയോജനത്തെ സിദ്ധി എന്ന് പറയാം. യാജ്ഞിക ജീവിതം കൊണ്ടുണ്ടാകുന്ന ഗുണം വൃദ്ധി, ശുദ്ധി, സിദ്ധി. തുടർന്ന് ഭഗവാൻ പറഞ്ഞു, ഈ യജ്ഞ സ്പിരിറ്റ് എന്ന് പറയുന്നത് എല്ലാവരിലും ഇൻഹറന്റ് ആണ്. എല്ലാവരിലും അന്തർഹിതമായി ഉള്ളിൽ ഈ യജ്ഞ ഭാവന ഉണ്ട്. അത് വ്യക്തമാക്കി കഴിഞ്ഞു. പിന്നെയോ ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് ലഭിച്ച വിഭവങ്ങളെ തിരിച്ചൊന്നും നൽകാതെ, എന്ന് പറഞ്ഞാൽ പകരം തിരിച്ച് ചെയ്യാതെ വെറും ഭോഗത്തിന് മുതിർന്നാൽ അവര് കള്ളന്മാരാണെന്നും മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാതെ ഭുജിക്കുന്നവർ പാപഭക്ഷകരാണെന്നും ഭഗവാൻ ചൂണ്ടിക്കാണിച്ചു. പിന്നെ ഭഗവാൻ പറഞ്ഞത് ന കേവലം പ്രജാപതി വചനാദേവ. പ്രജാപതി പറഞ്ഞുകൊണ്ട് മാത്രമല്ല കേട്ടോ. പിന്നെയോ ജഗച്ചക്ര പ്രവൃത്തി ഹേതുത്വാത്. ഈ ജഗത്തിന്റെ പ്രവൃത്തിയെ നോക്കിയാലും അതില് യജ്ഞ സംസ്കൃതി, യജ്ഞ പാരമ്പര്യം പ്രകാശിതമായി കാണാം. അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാതന്ന സംഭവ എന്നീ ശ്ലോകങ്ങളിൽ നമ്മൾ ആ കാര്യം മനസ്സിലാക്കി. തുടർന്ന് ഈ യജ്ഞ സംസ്കൃതിയെ, പാരമ്പര്യത്തെ, അന്തർഹിതമായിട്ടുള്ള ഈ ഒരു സോഫ്റ്റ്വെയറിനെ വേണ്ട തരത്തിൽ ഫങ്ഷണലാക്കാതെ ജീവിക്കുന്നവരുടെ ജീവിതം മോഹമാണ്, വ്യർത്ഥമാണ് എന്നും ഭഗവാൻ ചൂണ്ടിക്കാണിച്ചു. 17-18 ശ്ലോകങ്ങളിൽ സാക്ഷാത്കാരം സാധിച്ച സിദ്ധന്റെ അനുഭൂതി അവസ്ഥയെ
പ്രകാശിപ്പിച്ചു. യസ്തു ആത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. നേടാനും നഷ്ടപ്പെടാനും ഒന്നുമില്ലാത്ത തത്വബോധത്തിന്റെ നിഷ്ഠ. എന്താ അവിടെ ജ്ഞാനിയുടെ പ്രത്യേകത? ജ്ഞാനി ആത്മാവിനെ അറിഞ്ഞിരിക്കുന്നു എന്നാണ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സകല പ്രപഞ്ച പ്രതിഭാസങ്ങൾക്കും കാരണമായ അക്ഷര തത്വം. ആ തത്വത്തെ അറിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ അറിവിന്റെ പ്രകൃതത്തെ എൻ്റെ ശരീരേന്ദ്രിയ മനോബുദ്ധികൾക്ക് അപ്പുറത്ത് ആധാര കാരണമായി പരിലസിക്കുന്ന ബോധം സകലമാന പ്രപഞ്ച വൈവിധ്യങ്ങൾക്കും ആധാരമാണ് എന്ന പാഠം. ഇത് വസ്തുതയാണ്. ബിഗ് ബാങ് തിയറിയിലൊക്കെ ഒരു ഏകസാരത്തെ സംബന്ധിക്കുന്ന സൂചനയുണ്ട്. ഇത് നമ്മുടെ ആചാര്യന്മാര് അനുഭൂതിയിലൂടെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. തുടർന്ന് ഭഗവാൻ ആരംഭിച്ചത് തസ്മാത് എന്ന് പറഞ്ഞിട്ടാണ്. എന്താ കാരണം? ഹേ അർജുന, ഭവാൻ ഈ പ്രകാരമുള്ള ഒരു ജ്ഞാനി ആയിട്ടില്ല. അതുകൊണ്ട് ഈശ്വരനും ഞാനും ഒന്നാണ് എന്നുള്ള ബോധ്യം വരുന്നത് വരെ അന്ധകരണ ശുദ്ധിക്കും ജ്ഞാനനിഷ്ഠയ്ക്കും വേണ്ടി ഉദ്യമിച്ചോളണം. അതുകൊണ്ട് ഭഗവാൻ 19ാമത്തെ ശ്ലോകത്തിൽ എന്ത് പറഞ്ഞു? തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷഃ. തുടർന്ന് ജനകനെ ദൃഷ്ടാന്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. കർമ്മണൈവ ഹി സംസിദ്ധിമാസ്ഥിതാ ജനകാദയ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ലോകത്തിന്റെ മംഗളം ലക്ഷ്യമാക്കിയിട്ടും കർമ്മം ചെയ്യണം എന്നൊരാഹ്വാനം. തുടർന്ന് ഭഗവാൻ പറയുന്നു 21ാമത്തെ ശ്ലോകം. യദ്യതാചരതി ശ്രേഷ്ഠഃ തത്തദേവേതരോ ജനഃ സയത് കുരുതേ ലോകസ്തദനുവർത്തതേ. യദ്യതാചരതി ശ്രേഷ്ഠഃ തത്തദേവേതരോ ജനഃ സയത് കുരുതേ ലോകസ്തദനുവർത്തതേ. ശ്രേഷ്ഠ, ശ്രേഷ്ഠരായിട്ടുള്ളവർ. ശ്രേഷ്ഠൻ എന്നാണ് ഇവിടെ വാഗർത്ഥം. ശ്രേഷ്ഠന്മാരായിട്ടുള്ളവര് എന്ന് നമ്മൾ മനസ്സിലാക്കണം സന്ദേശം. ശ്രേഷ്ഠ യത് യത് ആചരതി, യാതൊന്ന് ആചരിക്കുന്നുവോ, തത് തത് ഏവ, അതിനെ തന്നെ, ഇതരഃ ജനാഃ, മറ്റുള്ളവരും ആചരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമാജത്തിൽ പ്രശസ്തിയും പ്രസക്തിയും സ്വാധീനവും ഒക്കെ ഉള്ളവരെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു. ആളുകൾ സ്വന്തം ആചാരാനുഷ്ഠാനങ്ങളെ ചിട്ടപ്പെടുത്തുന്ന വിഷയത്തിൽ യോഗ്യന്മാരെ മാതൃകയാക്കുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു സമ്പ്രദായം. മുമ്പേ ഗമിക്കുന്ന ഗോവു തന്റെ പിമ്പേ ഗമിക്കും ബഹു ഗോക്കളെല്ലാം എന്നതാണ് ഇവിടെ അവലംബിച്ചു വരുന്ന ഒരു രീതി. സഹ ശ്രേഷ്ഠ, ആ ശ്രേഷ്ഠൻ യത് പ്രമാണം കുരുതേ, യാതൊന്നിനെ പ്രമാണമാക്കി ചെയ്യുന്നുവോ അത് തന്നെയാണ് മറ്റുള്ളവരും പ്രമാണമാക്കുക. സയത് പ്രമാണം കുരുതേ ലോകം, മറ്റുള്ളവർ, തത് അനുവർത്തതേ, അതിനെ അനുസരിക്കുന്നു. ഈ ശ്ലോകത്തിലെ ഭഗവാൻ നൽകുന്ന സന്ദേശം എന്താണ്? അർജുന, ജാഗ്രത വേണം. അർജുനനെ സംബന്ധിച്ചിടത്തോളം ഒരു പേരും പ്രശസ്തിയൊക്കെ ഉണ്ട്. ഒരുപാട് പേര് അർജുനെ ഒരു ഐക്കണായിട്ട്
പരിഗണിച്ച് അനുസരിക്കുന്നുണ്ടാവും. അപ്പൊ ഭവാൻ വേണ്ട മാതൃകയെ അവലംബിച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. പ്രിൻസിപ്പളിന്റെ മുറിക്കൊക്കെ ഒരു ഹാഫ് ഡോർ സംവിധാനം ഉണ്ടാവുമല്ലോ, അതിലിങ്ങനെ തട്ടും. പ്രിൻസിപ്പൾ ചാടി എണീറ്റ് യെസ് കം ഇൻ. അപ്പൊ കുട്ടി വന്നു. എന്റെ സർ, ക്ലാസ്സിൽ അധ്യാപകൻ ഉറങ്ങുകയാണ്. ഓ, ഇത് പറയാനാണോ ബാക്കിയുള്ളവരുടെ ഉറക്കം കെടുത്താൻ ഇവിടെ വന്നത്? എന്തോ വളഞ്ഞാല് ഓ മൂന്നായ ബാക്കിയൊക്കെ കണക്കാന്ന് പറയും. യദ്യത് ആചാര്യന്റെ ശ്രേഷ്ഠ. ഇവിടെ നമുക്ക് ഈ ശ്ലോകവുമായിട്ട് എനിക്ക് ബന്ധമില്ല എന്ന് വേണമെങ്കിൽ നിരാകരിക്കാം. പറയാനുള്ള ന്യായം എന്താണ്? ഞാൻ അത്ര വലിയ ശ്രേഷ്ഠനൊന്നല്ല സ്വാമി. പക്ഷെ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ ആർക്കും പറ്റില്ല. മനസ്സിലായില്ലേ? വീട്ടിലായാലും ശരി, മൂത്ത കുട്ടിയെ ശ്രദ്ധിച്ചു നടക്കുന്നുണ്ടാവും ഇളയ കുട്ടിയോട്, ശരിയല്ലേ? അപ്പൊ ഈ ശ്രേഷ്ഠത്വം എന്ന് പറയുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു മാതൃക എന്ന നിലയിലുള്ള ഒരു പരിഗണന, അത് ഏതെങ്കിലുമൊക്കെ പ്രകാരത്തിൽ എല്ലാവർക്കും. അപ്പൊ നമ്മൾ എന്ത് വേണം? മുകളിലൊരാളുണ്ട് എന്ന് ഓർമ്മ വേണം എന്ന് പറയുമല്ലോ, അത് പോരാ, പിറകിലും ആൾക്കാരുണ്ട് എന്ന് ഓർമ്മ വേണം. അവർക്ക് വഴിതെറ്റാൻ ഞാൻ കാരണം ഇടയാവരുത് എന്ന കരുതൽ പുലർത്തണം. ഇതാണ് ഭഗവാൻ നൽകുന്ന സന്ദേശം. ഈ സന്ദേശം മനസ്സിലായി? എന്റെ ആചാര അനുഷ്ഠാനം ശ്രദ്ധിക്കണേ. എന്റെ ആചാരാനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ അവലംബിക്കുന്ന എല്ലാ കാര്യങ്ങളും, എൻ്റെ സംസാരം, എൻ്റെ പ്രവൃത്തി, കേട്ടില്ലേ, എൻ്റെ ചേഷ്ടകൾ, ഇത് ലോകം മുഴുവൻ അനുകരിക്കുകയാണെങ്കിൽ ഈ ലോകം സ്വർഗമാവും. ആ പ്രകാരത്തിൽ വേണം ഞാൻ മാതൃക കാണിക്കാൻ. എല്ലാവരും ഒന്നും അനുകരിച്ചോളുന്നില്ല. പക്ഷെ സപ്പോസ് എൻ്റെ അനുകരണത്തെ ലോകം മുഴുവൻ അനുസരിക്കുന്നു, എൻ്റെ മാതൃകയെ ലോകം മുഴുവൻ അനുകരിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ലോകം സ്വർഗമാകും പ്രകാരം വേണം ഞാൻ എൻ്റെ വാക്കുകളെയും പ്രവൃത്തികളെയും ഗോഷ്ഠികളെയും എല്ലാം ചിട്ടപ്പെടുത്താൻ. സന്ദേശം മനസ്സിലാവുന്നുണ്ടോ? യദ്യദാചരതി ശ്രേഷ്ഠഃ തത്തദേവേതരോ ജനഃ സയപ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. ഇവിടെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുക. പലപ്പോഴും നമുക്കൊരു തോന്നൽ വരും ഉള്ളിൻ്റെ ഉള്ളിൽ. എന്താ തോന്നല്? ഞാൻ മാത്രം നന്നായിട്ട് കണ്ട കാര്യം. വലിയൊരു അസ്കിതയാണ്. കുറച്ച് നന്നായിട്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പോഴാണ് പലരും അത്ര നന്നായിട്ടില്ല എന്ന് കാണുക. അവർക്ക് അതുകൊണ്ട് വലിയൊരു കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊരു തോന്നല്. ഒടുക്കം നമ്മുടെ വിഷമം എന്താ? ഞാൻ മാത്രം നന്നായിട്ടല്ല. ഇപ്പൊ അധ്യാപകന്മാരങ്ങനെ പറയാറില്ലാത്ത സ്വാമി അന്വേഷിക്കുമ്പോഴേ, പണ്ടൊക്കെ ഇതൊരു പ്രയോഗദോഷം അധ്യാപകരുടെ പക്ഷത്തിൽ ഉണ്ടാവുമായിരുന്നു. എന്താ അത്? നീ നന്നായ നിനക്ക്, ഞങ്ങൾക്ക് ശമ്പളം കിട്ടാണ്ടായി പോകുന്നില്ല.
ഒരു നന്നാവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാവും പറയുന്നതിന്റെ പിറകിൽ ഉദ്ദേശശുദ്ധിയുണ്ട്. പക്ഷെ പറയുന്നത് കൊണ്ട് കുട്ടിയിലുണ്ടാവുന്ന മാറ്റം ഗുണകരമായിക്കൊള്ളുന്നില്ല. ഇത് കേട്ടവരൊന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് അവര് അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോ നമ്മൾ എന്താ ആലോചിച്ചത്? നീ നന്നായ നിനക്ക് ആണല്ലേ, നീ നന്നായ നിനക്ക് നന്ന്. ശരി, അപ്പൊ ഞാൻ മോശമായാല് മറ്റുള്ളവർക്ക് കുഴപ്പമില്ലല്ലോ. ശരിക്കും എന്തായിരുന്നു പറയേണ്ടിയിരുന്നത്? എടോ നീ നന്നായിട്ട് വേണം. മനസ്സിലായില്ലേ? ഞങ്ങളൊക്കെ വളരെ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രചോദനമാണ്. ഭഗവാൻ അർജുനനോട് പറഞ്ഞ എന്താ? കഷ്ടം, നിന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. അത് അർജുനന് വലിയ സങ്കോചം തോന്നും. എന്നെ കുറിച്ചൊരു എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ടല്ലേ, എന്നാ ശരി. അതൊരു തെറ്റായ സന്ദേശമാണ്. നീ നന്നായ നിനക്ക് ഒടുക്ക എന്തായി? ഞാൻ നന്നായിട്ട് ഇപ്പൊ എന്താ കാര്യം? അതുകൊണ്ട് മോശമാവാൻ തീരുമാനിച്ചു. ഇവിടെ വിവേകാനന്ദ സ്വാമികളുടെ ഒരു പ്രയോഗം ഉദ്ധരിക്കാറുണ്ട്, ഇവിടെയും ഉദ്ധരിക്കാതിരിക്കുന്നില്ല. എന്താ പ്രയോഗം? നീ നന്നായാൽ ലോകത്തിലൊരു വിഡ്ഢിയുടെ എണ്ണം കുറഞ്ഞു കിട്ടും. അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ. അതുകൊണ്ട് നന്നാവാതെ. ഓക്കെ. യദ്യദാചരത്തെ ശ്രേഷ്ഠഃ തത്തദേവേതരോ ജനാ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ന മേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. 22ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ 20ാം ശ്ലോകത്തിൽ ആരംഭിച്ച ഒരു ചിന്തയ്ക്ക് ഉപോത്പലകമായി പറയുന്നു. എന്താ 20ാമത്തെ ശ്ലോകത്തിൽ ആരംഭിച്ച ചിന്ത? ജനകനെ നോക്കൂ. 22ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? എന്നെ നോക്കൂ. ഹേ പാർത്ഥ, ഹേ അർജുന, മേ കർത്തവ്യം നാസ്തി, എനിക്ക് കർത്തവ്യമില്ല. ത്രിഷു ലോകേഷു, 3 ലോകത്തിൽ. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന, അല്പമാത്രം പോലും എനിക്ക് കർത്തവ്യമില്ല. ന അവാപ്തം നാനവാപ്തം അവാപ്തവ്യം, അനവാപ്തമായിട്ടുള്ളത്, നേടിയിട്ടില്ലാത്ത ഒന്ന് എനിക്ക് നേടേണ്ടതായിട്ടില്ല. അനവാപ്തം ന അവാപ്തം, നേടിയിട്ടില്ലാത്ത ഒന്നിനെ നേടേണ്ടതായിട്ട് എനിക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്കൊന്നും നേടാനില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അർജുന എനിക്കൊന്നും നേടാനുമില്ല, എനിക്കൊരു നഷ്ടം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടില്ല. വർത്തയേവ ച കർമ്മണി, കർമ്മമധ്യത്തിൽ ഞാൻ ആലസ്യമേഷാപ്ത ആദർശനിഷ്ഠയുമായി ഊർജസ്വലം വർത്തിക്കുന്നു. ആലസ്യമേഷാപ്ത, ഉത്സാഹത്തോടെ ഞാൻ വർത്തിക്കുന്നു. കാണുന്നില്ലേ നെയ്യ്? ദേവകീ നന്ദനനായ പാർത്ഥസാരഥി എന്ന നിലയിൽ നീ എന്നെ നോക്കൂ. ഞാൻ എപ്പോഴെങ്കിലും വെറുതെ ഇരിക്കണം നീ കണ്ടിട്ടുണ്ടാ? ദ്വാരകയിൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഞാൻ അവിടെ അത് ചെയ്യുന്നു. അവിടെ അങ്ങനെ ഒരു ജോലി ഇല്ലെങ്കിൽ ഞാൻ ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഇവിടെ എന്താ ജോലി? മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ തേര് കളിക്കുന്നു. ആയുധം എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യുദ്ധത്തിൽ എനിക്ക് കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ ആയുധം എടുക്കാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തി ഇത് തേര് കളിക്കുന്നു. രാജസൂയത്തിൽ നീ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല,
നീ വലിയ ധനഞ്ജയനൊക്കെ ആയിട്ട് ഇങ്ങനെ ഞെളിഞ്ഞടക്കുന്നുണ്ട്, എന്നെ കണ്ടിട്ടുണ്ടോ അറിയില്ല. ഞാനവിടെ ചിലയിലൊക്കെ എടുത്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? ആളുകളുടെ പാതകമൊക്കെ ശ്രദ്ധിച്ചത് ഞാൻ. രാജാക്കന്മാരിങ്ങനെ കയറി ചെല്ലുമ്പോഴേ വില കൂടിയ പാതകമൊക്കെ അവിടെ അഴിച്ചു വെക്കുമ്പോൾ അവർക്കൊരു ആശങ്കയുണ്ടാവും. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. വർത്തയെ വചകർമായി ഇടല്ലേ, ഒരിക്കലും ഞാൻ വെറുതെ ഇരുന്നില്ല. ഇത് കേവലം ദേവകി നന്ദൻ അല്ലെങ്കിൽ പാർത്ഥസാരഥി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല കേട്ടോ, രുക്മിണിയുടെ കെട്ടിയോൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല. പിന്നെയോ ഞാൻ പ്രപഞ്ചേശ്വരനാണ്. ആ കാര്യമൊക്കെ ഇനി വരും അധ്യായങ്ങളിൽ വിശദീകരിക്കും. അടുത്ത അധ്യായത്തിൽ തന്നെ തുടക്കമുണ്ട്. എന്റെ അർജുന, താൻ എന്താ എന്നെ കുറിച്ച് മനസ്സിലാക്കിയത്? ബഹൂനാമേ, എത്രയോ ജന്മങ്ങൾ ഞാൻ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. താനും, പക്ഷെ തനിക്ക് അതൊന്നും അറിയില്ല. അതേ അടുത്ത അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ ഭഗവാൻ തള്ളിയതാണോ എന്നൊരു സംശയം അർജുനന്. ഭഗവാനെ എന്തൊരു തള്ള! എന്ത് ഞാനിത് കണ്ട് ഹേ അർജുന സൂര്യന് ഉപദേശിച്ചു കൊടുത്ത്, അങ്ങനെയൊക്കെയാണ് ഞാൻ ആരംഭിക്കുന്നത്. ഇമം വിവസ്വതേ യോഗം പ്രപ്തവാനഹം. തള്ളാണെന്നൊരു സംശയം.